ഹലോ ഫ്രണ്ട്സ്, SCERT ബോക്സ് ഹാൻഡ് സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തിരുന്നു. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വേണം ഇതിലേക്ക് വരാൻ. ഇത് ന്യൂ SCERTയിലെ 4th ചാപ്റ്ററാണ്. ന്യൂ SCERT 7th സ്റ്റാൻഡേർഡിലെ 4ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കുന്നത്. അനീതിയിൽ നിന്ന് നീതിയിലേക്കാണ് ചാപ്റ്റർ നെയിം. ഫസ്റ്റിലെ ബോക്സ് നമുക്ക് APJ അബ്ദുൽ കലാം സാറിൻ്റെ അഗ്നിച്ചിറകുകൾ എന്ന് പറഞ്ഞ ബയോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സാണ്. കുട്ടിക്കാലത്ത് APJ സാറ് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ചെറിയൊരു കോട്ടാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകാതെ മാറ്റി നിർത്തുന്ന സാഹചര്യം നിലനിന്നിരുന്നു. അപ്പം APJ സാറിന് കുട്ടിക്കാലത്തുണ്ടായ അനുഭവമാണ് അഗ്നിച്ചിറകുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടോബയോഗ്രഫിയിലൂടെ ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ APJ അബ്ദുൽ കലാം ഓട്ടോബയോഗ്രഫി അഗ്നിച്ചിറകുകൾ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. ഇത് PYQ ക്വസ്റ്റ്യനാണ്. ഇത് കുറേ വന്നിട്ടുണ്ട്. അടുത്ത് നോക്കാം. തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത്. തുല്യ പരിഗണന ലഭിക്കേണ്ട സ്ഥലങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുക, ആ പ്രക്രിയയാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത്. അടുത്തത്, ആരൊക്കെയാണ് സമൂഹത്തിൽ അരികുവൽക്കരണം നേരിടുന്നത്? സമൂഹത്തിൽ അരികുവൽക്കരണം നേരിടുന്നവർ ആരൊക്കെയാണ്? അതിന് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ, ട്രാൻസ്ജെൻഡറുകൾ, ദളിതർ, ഗോത്രവിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം നേരിടുന്നവർ, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ജയിൽ മോചിതർ തുടങ്ങിയവർ അരികുവൽക്കരണം നേരിടുന്നവരിൽ ഉൾപ്പെടുന്നു. അപ്പോൾ അരികുവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് സ്ത്രീകൾ, ട്രാൻസ്ജെൻഡറുകൾ, ദളിതർ, ഗോത്രവിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം നേരിടുന്നവർ, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ജയിൽ മോചിതർ. ഓക്കെ, അടുത്ത ബോക്സ്. ഊരൂട്ടമ്പലം ലഹള നമ്മൾ കേരള റീനൈൻസെൻസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം മഹാത്മാ അയ്യങ്കാളിയെ പറ്റിയിട്ടുള്ള ഒരു കോട്ടാണ്. ഊരൂട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയം ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്നറിയപ്പെടും. അപ്പോൾ ആ ബോക്സിലുള്ളതൊന്ന് നോക്കേ. ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂൾ ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ എന്നറിയപ്പെടും. കുടിപ്പള്ളിക്കൂടമായിരുന്ന ഊരൂട്ടമ്പലം ഗവൺമെൻറ് UP സ്കൂൾ ചരിത്രം മാറ്റിമറിച്ച സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചു. പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിനാൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈ പിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു. പഞ്ചമി കയറിയതിൻ്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിന് തീവച്ചു. പകുതി കത്തിയ ബെഞ്ച് ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും സ്കൂൾ മ്യൂസിയത്തിൽ കാണാം. അപ്പോൾ അതിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഊരൂട്ടമ്പലത്തെ സർക്കാർ UP സ്കൂൾ ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്നറിയപ്പെടും. അടുത്ത, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുവും മറ്റു നവോത്ഥാന നേതാക്കളും ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി അരികുവൽക്കരണത്തെ എതിർത്തവരാണ്. അപ്പോൾ ഇവരെ പറ്റിയൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നില്ല. ഇനി അടുത്ത ബോക്സ് നോക്കാം. ജ്യോതിറാവു ഫുലെ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1827 1890. ജ്യോതിറാവു ഫുലെ 1827 1890. ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത്. ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫുലെ സ്ഥാപിച്ചു. ഫുലെയെ പറ്റി പറയുകയാണെങ്കിൽ 1827 1890 അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫുലെ സ്ഥാപിച്ചു. അടുത്ത ബോക്സിൽ വരുന്നത് സാവിത്രിബായ് ഫുലെ 1831 1897. പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ
വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാല സ്ഥാപിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രിബായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പം സാവിത്രിബായ് ഫുലെയെ പറ്റി ഒന്നുകൂടെ. സാവിത്രിബായ് ഫുലെ 1831 1897 പെൺകുട്ടികൾക്കായി ഇന്ത്യയിലെ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപികയായിരുന്നു. പൂനെ യൂണിവേഴ്സിറ്റിയുടെ പേര് മാറ്റി സാവിത്രിബായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് നാമകരണം ചെയ്തു. അടുത്തത് പെരിയോർ EV രാമസ്വാമി നായ്ക്കർ 1879 1973 സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനും ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമര നായകരിൽ ഒരാളുമായിരുന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു പെരിയാർ. സ്വാഭിമാന പ്രസ്ഥാനം, ഇത് PYQ ആണ്. പെരിയാർ EV രാമസ്വാമി നായ്ക്കരുടെ പ്രസ്ഥാനമാണ് സ്വാഭിമാന പ്രസ്ഥാനം. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു പെരിയാർ. അടുത്തത് വെറിയർ എൽവിൻ 1902 1964 ഇന്ത്യൻ നരവംശശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാൾ. ഗോത്രമനുഷ്യരുടെ തനത് ജീവിതത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായി സ്വാധീനം ചെലുത്തിയ വ്യക്തി. വെറിയർ എൽവിൻ 1902 1964 ഇന്ത്യൻ നരവംശശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളാണ്. അടുത്തത് ഡോക്ടർ A അയ്യപ്പൻ 1905 1988 തൃശ്ശൂർ ജില്ലയിൽ 1905 ഫെബ്രുവരി 5 അയ്യപ്പൻ്റെ ജനനം. ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ്. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകി. തൃശ്ശൂർ ജില്ലയിൽ 1905 ഫെബ്രുവരി 5 ജനനം. ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകി. നഞ്ചിയമ്മ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മയ്ക്കായിരുന്നു 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. പാലക്കാട് ജില്ലയിലാണ്, ഇരുള ഗോത്രത്തിൽ നിന്നാണ് നഞ്ചിയമ്മ വരുന്നത്. 2020 മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. ഗോത്ര വിഭാഗത്തിൽ നിന്ന് പുരസ്കാരം നേടുന്ന ആദ്യത്തെയാളാണ് നഞ്ചിയമ്മ. ഇനി ഗോത്ര വിഭാഗക്കാരുടെ ചില വാദ്യോപകരണങ്ങളാണ് ഇത്. പെറെ, തുടി, നാട്ടിപ്പണി, ദവിൽ. അടുത്ത ബോക്സിൽ വരുന്നത് ലിംഗപദവിയുമായി ബന്ധപ്പെട്ട് അരികുവൽക്കരണം സംഭവിച്ച ഒരു സാമൂഹിക വിഭാഗമാണ് സ്ത്രീകൾ. അപ്പോൾ നിലമ്പൂർ ആയിഷ അനുഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവരുടെ ബുക്കിൽ നിന്ന് എടുത്തതാണ് ഈ ബോക്സിലുള്ളത്. ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ ബുക്ക് നിലമ്പൂർ ആയിഷയുടേതാണ്. പണ്ഡിത രമാബായി 1858 1922 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തി. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. അടുത്ത ബോക്സ് വരുന്നത് ഡോക്ടർ പുന്നൻ ലൂക്കോസ് 1886 1976 ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാതിരുന്നതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ആ ബിരുദം കരസ്ഥമാക്കി. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത എന്ന നിലയിൽ പ്രശസ്തയായി. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു. ഇത് PYQ ആണ്. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ്. 1886 1976 അവരുടെ കാലഘട്ടം. ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാതിരുന്നതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ആ ബിരുദം കരസ്ഥമാക്കി. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത. അതേപോലെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ആദ്യ വനിതാ പ്രതിനിധിയും ഡോക്ടർ പുന്നൻ ലൂക്കോസ്. EK ജാനകി അമ്മാൾ 1897 1984
കേരളത്തിൽ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞ. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ. 1977 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. P.K. ജാനകി അമ്മളിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് 1977. അടുത്തത് ട്രാൻസ്ജെൻഡർ. ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും. ന്യൂനപക്ഷം. മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് ന്യൂനപക്ഷം. മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് ന്യൂനപക്ഷം. അടുത്തത് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം. ഭിന്നശേഷി അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന് 2016. ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയതുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമമാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയതുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമം. ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമാണ് പാരാലിമ്പിക്സ്. പാരാലിമ്പിക്സ് നിലവിൽ വന്നത് അല്ലെങ്കിൽ പാരാലിമ്പിക്സ് ആരംഭിച്ചത് 1948. പാരാലിമ്പിക്സ് ആരംഭിച്ചത് 1948. അടുത്ത ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ BR അംബേദ്കർ 1891 1956. ഇന്ത്യൻ ഭരണഘടനാ ശില്പി. ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു. ഇന്ത്യയിലെ അരികുവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തൻ്റെ രചനയിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാകുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയാണ് ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അനുച്ഛേദം 14 ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു. ആർട്ടിക്കിൾ 14 ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നത്. ആർട്ടിക്കിൾ 15 മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്നു ആർട്ടിക്കിൾ 15. പിന്നെ എന്തുകൊണ്ടാവാം നമ്മുടെ ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചത്? ഒരു 3 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചതിന് കാരണം എന്തൊക്കെയാണെന്ന്. വിവേചനങ്ങൾ സാമൂഹിക പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു, സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കുന്നു, സുരക്ഷിതമായ ഭൗതിക സാഹചര്യങ്ങൾ നിഷേധിക്കുന്നു. വിവേചനം പൂർണ്ണമായും നിരോധിക്കാൻ കാരണം വിവേചനം ഉണ്ടായ സാമൂഹിക പുരോഗതിയെ തടസ്സപ്പെടുത്തും, അതേപോലെ സാമ്പത്തിക അസമത്വം ഉണ്ടാവും, സുരക്ഷിതമായ ഭൗതിക സാഹചര്യങ്ങൾ നിഷേധിക്കപ്പെടും. അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ അനീതിയിൽ നിന്നും നീതിയിലേക്ക് എന്ന ചാപ്റ്ററിലെ ബോക്സിലുള്ള എല്ലാ കണ്ടൻറ്റും ഒരു കോട്ട് ഉണ്ടായില്ല, കോട്ട് മാത്രമാണ്. ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം, വീഡിയോക്ക് ലൈക്ക് തരണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളെ സപ്പോർട്ട് വേണം, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.